വേദിയിലെയും മുന്നിലെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീ പമ്പാവാസൻ നായർ അദ്ദേഹം ചെയ്യുന്ന ഈ മഹാപ്രവൃത്തികൾ ആരെയും അറിയിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇതറിയിക്കണം, ഇതിന് പൊതുചടങ്ങുകൾ വേണം, ഇത് ആളുകൾ അറിയണം. അപ്പോഴേ മറ്റുള്ള ആളുകൾക്ക് ഇത്തരം പ്രവൃത്തികൾ ചെയ്യണമെന്ന് തോന്നൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനടക്കം ചില ആളുകൾ നിർബന്ധിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു ഇതിപ്പോൾ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ഫംഗ്ഷനാണ്. പക്ഷേ ഇതാളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു അതിഥി ഉണ്ട്. ആ അതിഥി ഈ വർത്തമാനം കേട്ടപ്പോൾ, അതിഥി ചില്ലറക്കാരിയല്ല, ഈ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കാണണം, ഈ പരിപാടിയിൽ പങ്കെടുക്കണം. ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷൻ്റെ മാനേജറായി വിരമിച്ച ശ്രീമതി രാജലക്ഷ്മി എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. അവരാണ് ഈ അതിഥി. പക്ഷേ ഭാരതത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ട്. 25 തവണ കൈലാസവും മാനസരോവരവും 41 ദിവസം ഹിമപാതങ്ങളുടെ അപകടങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സന്ദർശിച്ച ഇന്ത്യയിലെ ഏക വ്യക്തിയാണ് ശ്രീമതി രാജലക്ഷ്മി. അപ്പോൾ ഇത്തരം ചടങ്ങുകൾ നടത്തുമ്പോൾ ഇത് ഭാരതത്തിലെ ആളുകൾ അറിയണം. അത് നമ്മുടെ സ്വാർത്ഥമാണ്, അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥമല്ല, നമ്മുടെ ആവശ്യമാണ്. കാരണം അറിയുന്ന ആളുകൾക്കാണ്, ഞാൻ അറിയുന്ന ആളുകൾക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഉദാരമായ ഹസ്തത്തിൻ്റെ ആ പരിണത ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഞാനധികം സംസാരിക്കുന്നില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്നെനിക്ക് ഒരു കവിത ചൊല്ലണം എന്ന് തോന്നുന്നു. കാരണം ഇന്ന് എൻ്റെ ഒരു ഉപഹാരമായി അദ്ദേഹത്തിന് എൻ്റെ ഒരു കവിത നൽകാൻ ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഒരു 5-6 കിലോമീറ്റർ വട്ടത്തിൽ ചാത്തൻ എന്ന് പറഞ്ഞ ഒരു ദളിതനുണ്ടായിരുന്നു. അവൻ തൻ്റെ നിരക്ഷരമായ രീതിയിൽ കാളിയുടെ ഉപാസകനായിരുന്നു. പുല്ലുവെട്ടിയാണ് അതിജീവിച്ചിരുന്നത്. ഒരു ദിവസം അവൻ്റെ അരിവാൾ ആ പുല്ല് വെട്ടുന്നതിനിടയിൽ മലഞ്ചെരുവിലെ ഒരു പാറമേൽ ചെന്ന് തട്ടി. പാറമേൽ നിന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി. ആ രക്തപ്രവാഹത്തിന് അവസാനമുണ്ടായിരുന്നില്ല. അവന് മനസ്സിലായി ദാറ്റ് ദിസ് ഇസ് എൻ എക്സ്ട്രാ-ഓർഡിനറി മാനിഫെസ്റ്റേഷൻ. അവൻ്റെ കുടിലിൽ ചെന്ന് അവൻ്റെ ഉടുക്കെടുത്ത് കൊണ്ടുകൊണ്ട് കുട്ടിപ്പാടി. കാളി പ്രത്യക്ഷമായി. അത് ഒരു അമ്പലമായി. ചാത്തൻ കണ്ടാർക്കാവ് നിങ്ങളാരെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കവിതയുടെ പേര് ചാത്തൻ കണ്ടാരമ്മ. ചേരിമല കുളിർത്തൂർന്ന കുടിനീരുകൊണ്ടേ പേരഴുന്ന ചുനങ്ങാടൻ നെൽക്കതിർ ചുവന്നേ വേലികളിലൊക്കെയും മുടിച്ചു കുത്തിപൂത്തേ മേടുകളിൽ തെച്ചി മലർക്കല്ലമാല കോർത്തേ ചാത്തനൊരു നാൾ മുളച്ചു വാച്ച പുല്ലരിഞ്ഞേ വാർത്തലയിടഞ്ഞു ചീർത്ത കാടുകളുടഞ്ഞേ വാർത്തലയണയ്ക്കുവാനിടം തിരഞ്ഞവാറേ മേൽത്തല പരുത്ത കല്ലു കണ്ടുരച്ചിരുന്നേ വാൾത്തല ചുവന്നു കല്ലിന്മേൽത്തല ചുവന്നേ വാർന്നിണം ചുരന്നു മണ്ണിന്മാർവിടം ചുവന്നേ കുടുകുടെ തെറിച്ചുകുടം കുരുതിയായി വളർന്നേ ചൊകരവാർന്നു മേടൊരം ദിവാനിടമായി തീർന്നേ ചാത്തനൊന്നരണ്ടു വീണ്ടുമുള്ള മോടെ നിന്നേ ചാളയിലെ മണ്ടി നല്ലുടുക്കെടുത്തു ചെന്നേ
അടികൾ തൊട്ടു മുടിവരെ, അടികൾ തൊട്ടു മുടിവരെ ഉടലു കണ്ടു കരളിലെ കൊടിയ കാളിയമ്മയാരെയോർത്തു പാടിയാടിയേ. ഒടുവിലമ്മ മുന്നിലെ നിറഞ്ഞുറഞ്ഞു നിന്ന് നെടിയ നാവിൽ നിന്നു തിരം വീഴ്ത്തി വീഴ്ത്തി നിന്ന്. ആൻഡ് ഹൗ വാസ് ദാറ്റ് മാനിഫെസ്റ്റേഷൻ? കുടലുമാല മാറിലേ, കുടലുമാല മാറിലെ അറുത്ത തല കയ്യിലെ ചുടലച്ചാരമെയ്യിലെ ഇടറ്റിളക്കം കണ്ണിലെ. പേർത്തു കണ്ടേനമ്മയെ ഇടം നിറഞ്ഞ തായയെ, പാർത്തലം പടച്ചഴിക്കും പാവങ്ങൾ തൻ ദേവിയെ. അടിപണിഞ്ഞലിഞ്ഞലിഞ്ഞു താഴെയവൻ വീണ്, അടിമനസ്സിൽ വന്നൊരമ്മ കാവിലിള കൊണ്ടേ. ഇനി നമ്മുടെ നായാടികൾ പൂരത്തിന് പാടുന്ന ചില വരികളാണ് ഞാൻ ഉപയോഗിക്കുക. ആരുടയ ആരുടയ ശങ്കരനായാടി, അരുളുമമ്മയാരുടയ ശങ്കരനായാടി. ഇന്നലെ അടിച്ചു വെച്ചൊരടിതളി നിലത്ത്, ഇന്നു വീണു പൊന്തിയല്ലോ ചെമ്പകത്തിൻ വിത്ത്. ചെമ്പകത്തിൻ തയ്യ് പൂത്ത് പൂമണം പെരുത്ത്, 10 തത്ത് ഒത്തു വട്ടമിട്ടു വന്നു തത്ത്. അന്നു നമ്മുടെ അമ്മയുടെ വേല വരവാണ്, കാളകെട്ടി തോരണം വിടർത്തി വരവാണ്. ആരുടയ ആരുടയ ശങ്കരനായാടി, അരുളുമമ്മയാരുടയ ശങ്കരനായാടി. ചാത്തൻ കണ്ടാരമ്മയുടെ ശങ്കരനായാടി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കവിതയാണ്. ഈ കവിതയുടെ ഒരു ഭാഗം MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഇദ്ദേഹം ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെപ്പറ്റി പറയാൻ വാക്കുകളില്ല. ആ മഹാപ്രവർത്തനങ്ങളുടെ മുന്നിൽ ഈ ചെറിയ കവിത ഒരു ഹോമേജായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.